happy or sad? Sad. നിങ്ങളൊരു സിനിമ കണ്ടിട്ട് മൂഡ് ഓഫ് ആയിട്ട് 2 ദിവസം ഇരുന്നിട്ടുണ്ടോ? ഇതിൽ ഞാൻ 5 മസ്റ്റ് വാച്ച് സിനിമകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ റാങ്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ എനിക്ക് വല്ലാതെ മൂഡ് ഡൗൺ ആയി തകർന്നു പോയി. അപ്പോൾ ഏതാണ് ആ ഒന്നാമത്തെ സിനിമ? അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമസ്കാരം, ഞാൻ RGP. മസ്റ്റ് വാച്ച് സിനിമകളുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തീം ഡിഫറെൻ്റ് ആണ്. ഈ 5 സിനിമകളും എൻ്റർടൈൻമെൻ്റ് അല്ല, ഡീപ്പ് ഇമോഷണൽ കാറ്റഗറി പെടുന്ന സിനിമകളാണ്. സോ മെൻ്റലി പ്രിപ്പയർ ആവുക. ഒന്നാമത്തെ മൂവി ഉണ്ടല്ലോ, അത് തകർത്ത് കളയും. അല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തിക്കും. നമ്പർ 5, 12 Years a Slave. ഇതൊരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. 1841 സ്വതന്ത്രനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചടിമയാക്കുന്ന കഥ. അയാളൊരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. 12 വർഷത്തോളമാണ് അയാളെ അടിമയാക്കുന്നത്. സംഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയൊന്നുമല്ല, അജാതി ലെവൽ സിനിമയാണ്. ഇതൊരു ഹിസ്റ്ററി ലെസൺ ഒന്നുമല്ല, നേരെ മറിച്ചിട്ട് മനുഷ്യന്മാർ എത്രത്തോളം ക്രൂരരാണ് എന്നുള്ളത് റോ ആയിട്ട് ഈ സിനിമ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ സീനുകളും വളരെ റിയലിസ്റ്റിക് ആണ്. പുകമറയൊന്നും ഈ സംഭവത്തിന് ഇല്ല. ഓസ്കാർ കിട്ടിയ ഫിലിമാണ്. ബെസ്റ്റ് ആക്ടിങ്, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ. ഈ ഓസ്കാർ കിട്ടിയതിന് കറക്റ്റായിട്ടുള്ള റീസണും ഉണ്ട്. പക്ഷെ ഒരു വാണിംഗ് ഉണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി വല്ലാതെ ഡൗൺ ആയി പോകും. ഹിസ്റ്റോറിക്കൽ അവയർനെസ് വേണം, സോഷ്യലി നമ്മളൊന്ന് ഡെവലപ്പ് ആവണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാധനം വേറെ ലെവൽ ചോയ്സ് ആയിരിക്കും. പക്ഷെ 4ാമത്തെ സിനിമയും അതും ഈക്വലി പവർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. നമ്പർ 4, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. 1ാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന സ്റ്റോറി. ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 4 ജർമ്മൻ പട്ടാളക്കാരുടെ കണ്ണിലൂടെ കാണിക്കുന്ന ഒരു സിനിമ. വാറിനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്, പകരം വാറിൻ്റെ ആക്ച്വലായിട്ടുള്ള ഹൊററാണ് ഇവിടെ ഷോക്കേസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ പവർ എന്താണെന്ന് അറിയാവോ? നമ്മൾ ഏതൊരു വാർ സിനിമയാണെങ്കിലും അതിൻ്റെ ഭീകരത കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ എപ്പോഴും ഒരു ഹീറോയിസം കയറി വരാറുണ്ട്. പക്ഷേ ഇവിടെ റിയാലിറ്റിയാണ് കാണിക്കുന്നത്. പേടി, ട്രോമ, മീനിങ്ലെസ് ആയിട്ടുള്ള മരണങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇതിനെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു പുതിയ അഡാപ്ഷനാണ് ഈ ഒരു ജർമ്മൻ ഫിലിം. വിഷ്വലി സ്റ്റണ്ണിങ് ആണ്, പക്ഷേ ഇമോഷണലി നമ്മളാകെ തകർന്നു പോകും. യുദ്ധത്തിൻ്റെ ഭീകരതയും ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടേണ്ടി വന്ന ഒരുപാട് പട്ടാളക്കാരുടെയൊക്കെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ആൻറ്റി വാർ കാറ്റഗറിയിൽ ഈ സാധനം ഒരു മാസ്റ്റർ പീസാണ്. പക്ഷേ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ആ ഒരു സിനിമയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ലിസ്റ്റിലെ മിഡായി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യണേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. നമ്പർ 3, റെക്വീം ഫോർ എ ഡ്രീം. ഇതൊരു അഡിക്ഷൻ സ്റ്റോറിയാണ്, പക്ഷേ നോർമലായി നിങ്ങൾ കണ്ടുവരുന്ന ഒരു അഡിക്ഷൻ സ്റ്റോറിയല്ല. 4 ക്യാരക്ടേഴ്സ്, ഡ്രഗ്സ്, ഡയറ്റ് ഫീൽഡ്സ്, ഗാംബ്ലിംഗ് അഡിക്ഷൻസ്. പക്ഷേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് വളരെ യുണീക്കാണ്. വിഷ്വൽ സ്റ്റോറി അത് ബ്രില്യൻ്റ് ആണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നല്ലൊരു മെസ്സേജ് ഉണ്ടെങ്കിലും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു ഹെവി വാണിംഗ് ഉണ്ട്. ഇതൊരു ഹെവി ഡോസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബിംഗ് പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ മോശം ഒരു മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ സിനിമ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഇത് കുറച്ച് ഇമോഷണലി ഇമ്പാക്റ്റ് കൂടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഡ്രഗ് അവയർനെസ്സിൻ്റെ ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ അത് ഇതാണ്. പക്ഷേ സെക്കൻഡ് ഇമോഷണൽ പടം ഉണ്ടല്ലോ, അത് വേറെ ഒരു ടെറിട്ടറിയാണ്. നമ്പർ 2, ആലിയ ദ ഡോക്ടർ ഓഫ് ദ വാർ. ഒരു തുർക്കി സിനിമയാണ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. കൊറിയയിൽ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് വെറും ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു തുർക്കി സോൾജർ അഡാപ്റ്റ് ചെയ്യുന്നത്. ഈ കഥയിൽ എന്താ പുതുമാന്നല്ലേ? കൊറിയക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് ഈ ഒരു തുർക്കി സോൾജർ അഡാപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്യുവർ ഫാദർ ഡോക്ടർ റിലേഷൻഷിപ്പ്. പക്ഷേ ഗൈസ്, ഇതൊരു ഫീൽ ഗുഡ് സ്റ്റോറി അല്ല. അതായത് വാറിൻ്റെ പശ്ചാത്തലത്തിൽ ഹ്യൂമാനിറ്റി, സാക്രിഫൈസ്,
അൺകണ്ടീഷണൽ ലവ് എല്ലാം തന്നെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. ലാംഗ്വേജ് ബാരിയേഴ്സ് ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സബ് ടൈറ്റിൽസ് യൂസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഇമോഷൻ ക്യാച്ച് ചെയ്യുക, ആസ്വദിക്കുക. ഇതൊരു റിയൽ സ്റ്റോറി ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു. അവസാനം ഈ റിയൽ ക്യാരക്ടേഴ്സിനൊക്കെ കാണിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. ഇന്റർനാഷണൽ സിനിമകളിലെ ഒരു ഹിഡൻ ജമ്മാണ് ഈ സാധനം. പക്ഷേ നമ്പർ 1 സിനിമയുണ്ടല്ലോ, അതൊരു ആനിമിയാണ്. പക്ഷേ ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നമ്പർ 1, ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. തുടക്കത്തിൽ ഞാൻ ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞിട്ടുള്ള സിനിമ അതുതാ ഈ ഒരു സാധനമാണ്. സ്റ്റുഡിയോ ഗിബ്ലിയാണ് ഇതിൻ്റെ ആനിമേഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു കുട്ടികൾക്കുള്ള സിനിമയേ അല്ല. കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞ് ഇതെന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവുമെന്ന് പോലും അറിയില്ല. അതായത് 2ാം ലോക മഹായുദ്ധ സമയത്തിൽ ജപ്പാനിൽ നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പരിചയപ്പെടുത്തുന്നത്. 14 വയസ്സുള്ള നായകനും ഒരു 4 വയസ്സുകാരിയായിട്ടുള്ള നായികയും, ഏട്ടനും അനിയത്തിയുമാണ്. അച്ഛനും അമ്മയും ഇല്ല. ഇവരെങ്ങനെ ആ ജപ്പാൻ്റെ ആ ഒരു സംഭവത്തിൽ സർവൈവ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ വെൽ മെയ്ഡാണ്. ഇതിൻ്റെ പവർ എന്താണെന്നറിയാമോ? ആനിമേഷൻ ആണെങ്കിലും ഒരു സിനിമയ്ക്ക് നമുക്ക് തരാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കണക്ട് ചെയ്യുകയും ഇമോഷണലി തകർക്കുകയും ഒക്കെ ഈ സിനിമ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആനിമയിലൂടെ ഒരു റിയൽ ഹ്യൂമൻ്റെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഓരോ യുദ്ധം നടക്കുന്ന സമയത്തും ഒരു വാറിൻ്റെ ഇമ്പാക്റ്റ് കുട്ടികളിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പച്ചക്ക് ഈ സിനിമ റോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ കുടുംബവും വീട്ടുകാരൊക്കെ കാണും. ഒരു കാരണവശാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഒരുപാട് മുമ്പാണ് ഇത് കാണുന്നത്. ആൻറ്റിവാർ മെസ്സേജ്, ഫാമിലി ബൗണ്ട്, ഇതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ സിനിമ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്സ് എല്ലാം എന്തുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ 5 ഇമോഷണലി നിങ്ങളെ തകർത്തുന്ന 5 സിനിമകൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലൈറ്റ് മൂഡിലാണെങ്കിൽ ഈ സിനിമകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഇമ്പാക്റ്റ് ഹെവിയാണ്. അടുത്ത എപ്പിസോഡായിട്ടുള്ള 11 ഞാൻ കുറച്ച് ചാമിങ് കൂളുമായിട്ടുള്ള സിനിമകളുമായിട്ട് മുന്നോട്ട് വരാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഉണ്ട്. ഫിലിം മേക്കിങ്ങോ ഡയറക്ഷനോ സ്ക്രിപ്റ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് എപ്പിസോഡ് മിസ്സാവേണ്ട. സീ യു ടുമോറോ. ബൈ.